കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് വലിയ ഒരു അനുഗ്രഹീത പാർട്ടിയാണ്. അതിനകത്ത് എല്ലാവരും വന്ന് അടിയും. ഇപ്പോൾ അവർക്ക് കളഞ്ഞു കിട്ടിയ ഒരു തങ്കം അവിടെ ഉണ്ട്. അതവർ ആദ്യമൊക്കെ പൊന്നുപോലെ സൂക്ഷിച്ചു. ഇപ്പം തള്ളാനും വയ്യ കൊള്ളാനും വയ്യാത്ത ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. BJP നിന്നിട്ട് അവിടെ സീറ്റ് മോഹിച്ച് അവിടെ കിട്ടാതെ വന്നപ്പോൾ മറുകണ്ഠം ചാടി വന്ന സാക്ഷാൽ സന്ദീപ് വാര്യർ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ എന്ത് പ്രോഗ്രാം നടന്നാലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട അവിടെ എല്ലാം വിളിക്കാതെ കയറി ചെല്ലുന്നു എന്നാണ് പ്രവർത്തകർ പറയുന്നത്. ഇടിച്ചു കയറി ചെല്ലുന്നു എന്ന് പറയാമല്ലോ. കോൺഗ്രസ് പാർട്ടിക്കാർ പൊതുവെ അങ്ങനെയാണ്. കണ്ടിട്ടില്ലേ, ഈ ചെറിയ ചെറിയ നേതാക്കന്മാരൊക്കെ, വലിയ നേതാക്കന്മാർ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ഈ പിന്നിൽ നിന്ന് ഉന്തലും തെള്ളും ഇടിയൊക്കെയാണ്. എന്തിനു വേണ്ടി? മുഖം കാണിക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത് ഈ അമൂൽ ബേബികളായിട്ട് ശുഭ്രവസ്ത്രധാരികളായിട്ട് മസിലും പെരിപ്പിച്ചു വന്ന് നിൽക്കും. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പഴയ വാർത്താ സമ്മേളനം മാധ്യമപ്രവർത്തകരെ കാണുന്ന ഒന്ന് എടുത്ത് നോക്കിക്കേ. കുറേ നേതാക്കന്മാരുണ്ട്. ഒരു കാലത്ത് ഇവർക്ക് ഈ പത്രത്തിൽ പേര് വരാൻ വേണ്ടിയിട്ട് ഈ പത്രക്കാരുടെ പിന്നാലെ നടക്കും. ആ ചടങ്ങിൽ ഇന്നാരും കുട്ടിക്കാനൻ ജോസഫും മുണ്ടക്കയം അവറാച്ചനും പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാൻ അവർ വളരെയധികം ഉത്സാഹിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പത്രത്തിനും പ്രിന്റ് മീഡിയയ്ക്കുള്ള ശ്രദ്ധ കുറഞ്ഞപ്പോൾ ഈ ടെലിവിഷനിലേക്ക് ഉന്തലും തെള്ളുമാണ്. മറിച്ച് നമ്മൾ നോക്കിക്കേ, ഇപ്പം CPM-ൻ്റെ ഏതെങ്കിലും ഉയർന്ന നേതാക്കൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വന്ന് കിടന്ന് ഇടിയുണ്ടാക്കാറുണ്ടോ? ഇപ്പം പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരുത്തൻ അവിടെ നെഞ്ചു പിരിച്ച് നിൽക്കാറുണ്ടോ? ഒന്നുമില്ല. അവിടെ വിരിച്ച് നിൽക്കുമെന്നുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തകർ മാത്രം അവിടെ നിൽക്കും, അല്ലാതെ വേറെ ആരും കാണത്തില്ല. BJP-യിലും അതിന് കുറേയധികം ഒക്കെ ചിട്ടവട്ടങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതെ വരുന്നത് കോൺഗ്രസ്സിലാണ്. പണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്, ഓരോ സ്ഥലത്തും ഓരോ മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ വേദി തകർന്നു വീണു എന്നൊക്കെ പറഞ്ഞു. ഉമ്മൻചാണ്ടിയൊക്കെ പ്രസംഗിച്ച ഒരു വേദി കോട്ടയത്തൊക്കെ വീണിട്ടുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോടൊപ്പം കാണും എപ്പോഴും ഒരു 50 പേര്. അദ്ദേഹം കാറിൽ കയറാൻ വരുന്നുണ്ട്, അദ്ദേഹത്തിന് മാത്രം സ്ഥലം ഉണ്ടാകത്തില്ല, ബാക്കി എല്ലാവരും കയറിക്കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ കോൺഗ്രസ്സുകാരുടെ ഈ ക്ഷണിക്കാത്ത പരിപാടികളിൽ കയറി ചെല്ലുന്നു എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുകയാണ് വാര്യരെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതാണ് വാര്യർ ഇങ്ങനെ ഇടിച്ചു കയറുന്നത്. ഈ തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ അരിശം കൊണ്ടത് മറ്റൊന്നുമല്ല, അവിടെ അങ്ങ് കയറി തൃശ്ശൂരങ്ങ് സ്വയം പ്രഖ്യാപനം നടത്തി സ്ഥാനാർത്ഥിയായിട്ട്. ഈ ഏറെക്കാലം BJP-യിൽ നിന്നതാണല്ലോ സന്ദീപ് വാര്യരെ. അപ്പോൾ അവിടെ സുരേഷ് ഗോപി ഇങ്ങനെ അല്ലായിരുന്നോ? അതായത് നേരത്തെ വന്ന് ഞാൻ തൃശ്ശൂർ അങ്ങ് എടുത്തു, തൃശ്ശൂർ എന്നെ അങ്ങ് എടുത്തു എന്നൊക്കെ സ്വയം പ്രഖ്യാപിച്ചു. അന്ന് സുരേന്ദ്രനും സംസ്ഥാന ഭാരവാഹികളെല്ലാം അന്തം വിട്ടുപോയി. സുരേഷ് ഗോപി പിന്നെ ആരെ മൈൻഡ് ചെയ്യാൻ, പോടാ പുല്ല് എന്നുള്ള രീതിയിൽ അതിനെ കണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്തു. പിന്നല്ലേ സുരേന്ദ്രനും കൂട്ടരും അറിഞ്ഞത് ഇത് മോദി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. ഒടുവിൽ എന്ത് ചെയ്തു? സുരേഷ് ഗോപിക്ക് വേണ്ടി എല്ലാവരും കൂടെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു. അപ്പം ഇവിടെ ഇപ്പോൾ സന്ദീപ് വാര്യരങ്ങ് സ്വയം പ്രഖ്യാപനം നടത്തി. BJP-യിൽ കുറേ നാൾ നിന്നതിൻ്റെ ആ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുരേന്ദ്രനെ വെല്ലുവിളിച്ചു. സുരേന്ദ്രൻ അതിന് മറുപടി പറഞ്ഞ എന്താ? അങ്ങനെ സുരേന്ദ്രൻ അങ്ങ് തീർച്ചപ്പെടുത്താൻ പറ്റുമോ? BJP ഒരു കേഡർ പാർട്ടി കൂടിയാണല്ലോ. ഞാനല്ലെങ്കിൽ പാർട്ടി നിയോഗിക്കുന്ന ഒരാളവിടെ മത്സരിക്കും. അപ്പോൾ സന്ദീപ് വാര്യർക്ക് അവിടെ മത്സരിക്കാൻ തയ്യാറാണോ എന്ന് തിരിച്ചു ചോദിച്ചു സുരേന്ദ്രൻ. സുരേന്ദ്രന്റെ ചോദ്യം ശരിയാണത്. BJP-യുടെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും തിരിച്ചു മത്സരിക്കാൻ തയ്യാറാണോ എന്നാണ്. ഈ സന്ദീപ് വാര്യർക്ക് ദേഷ്യം മുഴുവൻ, അരിശം മുഴുവൻ ഈ സുരേന്ദ്രനോടാണ്. അതിനുവേണ്ടിയാണ് സുരേന്ദ്രനെ വിളിച്ചത്.
സുരേന്ദ്രൻ എന്തായാലും അങ്ങനെ സ്വയം പ്രഖ്യാപനം നടത്താനും പറ്റത്തില്ല. കാരണം രാജീവ് ചന്ദ്രശേഖറാണ് ഇപ്പൊ സംസ്ഥാന അധ്യക്ഷൻ. അപ്പൊ ഇത്തരത്തില് ഈ വാര്യർ ഈ സ്വയം പ്രഖ്യാപനം നടത്തിയത് അവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കോൺഗ്രസ്സുകാർ നമുക്കറിയാം, അവര് പരസ്യമായിട്ട് പറയത്തില്ല, അവരെല്ലാം മനസ്സിൽ കൊണ്ടു നടക്കും, എന്നിട്ട് മറ്റവന് പാരയും വെച്ചു കൊടുക്കും. ഇതാണ് അവരുടെ കുലത്തൊഴിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഈ കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം കോരുകയും വിറക് വെട്ടുകയും ഒക്കെ ചെയ്ത ഒരുപാട് പേരുണ്ട്. അവരെ കടത്തി വെട്ടിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ ഇന്നലെ ഇങ്ങോട്ട് കയറി വന്നു വാര്യർക്ക് സീറ്റ് എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് ശരിയാണോ? സന്ദീപ് വാര്യർ വന്നപ്പോഴേ അങ്ങ് ഇറങ്ങി അങ്ങ് എല്ലായിടും ഓടി നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഈ പുത്തനച്ചിയല്ലേ, അത് പരപ്പുറം തൂക്കും എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, എന്നാണ് കരുതിയത് ആദ്യമൊക്കെ തൃശ്ശൂരിലുള്ളവര്. പക്ഷേ അതങ്ങ് കൊത്തി അങ്ങ് മുറത്തിക്കേറി കൊത്തുകയാണെന്നേ. കോൺഗ്രസ്സുകാരെ മുഴുവൻ ചവിട്ടി മതിച്ചുകൊണ്ട് താനാണ് അവിടുത്തെ DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഇത് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ സീറ്റ് ഉന്നം വെക്കുകയാണ് വാര്യർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. വാര്യർക്ക് സീറ്റ് മോഹമുണ്ടോ എന്നുള്ളത് വ്യക്തമാണല്ലോ, അത് കിട്ടാത്തതുകൊണ്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതിപ്പോൾ എന്തായാലും തൃശ്ശൂരിലെ DCC മൊത്തത്തില് KPCCക്ക് പരാതി പോയിരിക്കുകയാണ്, നിയന്ത്രിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു കടിഞ്ഞാണിടണം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. എനിക്ക് തോന്നുന്നു മിക്കവാറും കോൺഗ്രസിൽ നിന്ന് തന്നെ എടുത്തു കളയാനുള്ള സാധ്യതയുണ്ട്. തൃശ്ശൂരിൽ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിർത്തിക്കഴിഞ്ഞാൽ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവിടെ BJP വളരെ സ്ട്രോങ് ആണല്ലോ. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് അവിടെ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് BJP തന്നെ ജയിക്കുകയുള്ളൂ, ജയിക്കാൻ പാടുള്ളൂ എന്ന് BJP കരുതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സുരേഷ് ഗോപിയുടെയും കൂടെ പ്രസ്റ്റീജാണത്. വോട്ട് കള്ളവോട്ടാണ് ചെയ്തതും വാങ്ങിയതും എന്നൊക്കെയാണല്ലോ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തിരിച്ചു കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടി സുരേഷ് ഗോപിയുടെയും കൂടെ ഒരു അഭിമാന പ്രശ്നമാണ് തൃശ്ശൂരിലെ BJPയുടെ വിജയം. അതിനു മുമ്പ് തൃശ്ശൂർ കോർപ്പറേഷൻ BJP പിടിക്കേണ്ടതും സുരേഷ് ഗോപിയുടെ ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. അപ്പൊ എന്തായാലും സുരേഷ് ഗോപി അവിടെ രംഗത്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഈ തൃശ്ശൂരിലെ ത്രിതല പഞ്ചായത്ത് യോഗത്തിലാണ് എങ്ങനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കണം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗത്തിലാണ് സന്ദീപ് വാര്യർക്കെതിരെ അതിനിശ്ചിതമായ വിമർശനം ഉയർന്നിട്ടുള്ളത്. മിക്കവാറും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും. ഒന്നിൽ വാര്യർ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ PV അൻവറിൻ്റെ കൂടെ അങ്ങ് ചേരുന്നതായിരിക്കും നല്ലത്. അൻവർ ആണെങ്കിൽ അവിടെ ഒറ്റയാൾ പട്ടാളമായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ അതിനകത്ത് അങ്ങ് ചേരുക. അല്ലെ മുസ്ലിം ലീഗ് ചേരട്ടെ, മറ്റ് മതസ്ഥരിൽ നിന്ന് ഒരാൾ മുസ്ലിം ലീഗിലുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് കൊണ്ടും നടക്കാം. അപ്പം എന്തായാലും മിക്കവാറും മുമ്പ് പാലോട് രവി പറഞ്ഞ പോലെ ഈ കോൺഗ്രസ് എടുക്കാച്ചരക്കാകുന്നതിന് മുമ്പ് സന്ദീപ് വാര്യർ ഒരു എടുക്കാച്ചരക്കായി മാറും. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, മിക്കവാറും അടിച്ച് പുറത്താക്കും, അല്ലെങ്കിൽ ഇറങ്ങി പോടാന്ന് പറയും. ആ സ്ഥിതിയിലെത്തി നിൽക്കുകയാണ് തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.